കൊടുക്കുന്നു. അങ്ങനെ ആനിമൽ ആംബുലൻസ് യാത്ര തിരിക്കുകയാണല്ലേ ജെയ്സൺ? ആംബുലൻസ് പുറപ്പെട്ടിരിക്കുന്നു. അതിരപ്പള്ളി കാട്ടുകൊമ്പൻ അതിരപ്പള്ളിയോട് യാത്ര പറഞ്ഞു പോകുന്നതിൻ്റെ ഏറ്റവും വികാര നിർഭരമായ ഒരു ദൃശ്യമാണ്. പുറകിൽ 3 കുങ്കികൾ യാത്രാമൊഴി ചൊല്ലി പുറകിൽ നിൽക്കുന്നു. അതാ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഏറ്റവും അടുത്ത ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ കാട്ടുകൊമ്പനെയും വഹിച്ചുകൊണ്ട് കാട്ടുകൊമ്പനെയും വഹിച്ചുകൊണ്ടുള്ള സൂക്ഷിച്ചു മതി, വാഹനങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല ഗണപതി അവിടെ എവിടെയെങ്കിലും ഒക്കെ നിൽപ്പുണ്ടാവും. ഇതെന്താ സംഭവിക്കുന്നത് ഗണപതിക്ക് വലിയ പിടിയുണ്ടാവില്ല. തന്റെ കൂടപ്പുറപ്പിനെ കൊണ്ടുപോവുകയാണോ? നമുക്ക് ഏറ്റവും ഒരു രസകരമായ ദൃശ്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഏറ്റവും അടുത്ത് ആ കാട്ടുകൊമ്പൻ്റെ തൊട്ടടുത്ത് കുങ്കിയാന നിൽക്കുന്നു. കാട്ടുകൊമ്പൻ വളരെ ശാന്തനായി നിൽക്കുന്ന ആ ഹോളിലേക്ക് നമുക്കൊന്ന് സൂം ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കുന്നുണ്ട്. അത്രയേറെ വലിയ ഹോളായി വീണ്ടും മാറിയിരിക്കുന്നു. ഇപ്പോൾ കടന്നു പോവുകയാണ്. അതിരപ്പള്ളിയോട് യാത്ര പറഞ്ഞ് അതിരപ്പള്ളി കൊമ്പൻ കടന്നു പോവുകയാണ് ഫോറസ്റ്റിൻ്റെ ആംബുലൻസിൽ. അതേപോലെ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കുറച്ചും കൂടി നന്നായിട്ട് പോകാമെന്ന് തോന്നുന്നു. ഇപ്പോൾ നമുക്കും ഒരു പക്ഷേ ഇനി ആനയെ അടുത്ത് കാണാൻ കഴിയില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഈ കാട്ടുകൊമ്പനെ ചികിത്സയ്ക്കായി നടത്തിയ വലിയ ശ്രമങ്ങൾ വിജയം കണ്ടിരിക്കുന്നു. RRT സംഘം അതിന് പുറകിലുണ്ട്. വലിയ മരത്തടിയിൽ ലോക്ക് ചെയ്ത് ആ അതിരപ്പള്ളി കൊമ്പൻ യാത്ര ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളുടെ സമീപത്ത് 2 കുങ്കിയാനകൾ കൂടി നിൽക്കുന്നത് കാണാം. 2 കുങ്കിയാനകളുടെ സമീപത്തിൽ ദൗത്യം പൂർത്തിയാക്കിയ ശേഷം ഒറ്റ വാചകം മതി സാർ. അരുൺകുമാർ സാർ ചോദിക്കുന്നു സാർ. അരുൺകുമാർ എങ്ങനെയുണ്ടായിരുന്നു ദൗത്യം തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അതിൻ്റെ കൂടെ വേറൊരു ആന ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് തരാം, ബൈറ്റ് തരാം. വേറെ ആന ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുമായിരുന്നു. ഇതിന് മയക്കോടി വെച്ചു. മയങ്ങിയ സമയത്ത് അത് തള്ളിയിട്ടു, ആനിമലിനെ തള്ളിയിട്ടു. പക്ഷെ നമുക്കത് കുഴപ്പമുണ്ടായില്ല. വീണ്ടെല്ലാം ട്രീറ്റ് ചെയ്തു, എല്ലാം കഴിഞ്ഞു, റിവേഴ്സ് ചെയ്തു, ലോഡ് ചെയ്തു. ഇല്ല അത് സെഡേഷനിലാണ്. അപ്പം മറ്റേ ആനിമൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പുള്ളി ചെയ്തു. അത്രയേ ഉള്ളൂ. ആരോഗ്യസ്ഥിതി നമുക്ക് പറയാനായിട്ടില്ല. സെഡേഷനിലാണ്. ഫുൾ സ്റ്റേബിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എത്ര സമയം എടുത്തു? 7:15 തുടങ്ങി എത്ര സമയം എടുക്കേണ്ടി വന്നു? എന്താ അതിന്റെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് പറയാം. 7:20, 9:29 ഇപ്പം ലോഡ് ചെയ്യുന്നവരെ കയറുന്നവരെല്ലാം ടൈം. ഇത് വീണ് പോയപ്പോഴേ ഭയങ്കര ഒരു ആശങ്ക ഉണ്ടായിരുന്നു. ആശങ്ക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആശങ്ക ഉണ്ടാകും. സ്റ്റാൻഡിങ് സെഡേഷൻ നമ്മൾ ലാറ്ററൽ സെഡേഷനായി അത്രയേ ഉള്ളൂ. വളരെ ലോ ഡോസ് ഉപയോഗിച്ചിട്ടുള്ളൂ. അല്ല, അപ്പോൾ ഇനിയിപ്പോ എത്ര പെർസെന്റേജ് പൂർണ്ണമായ റിക്കവറിക്ക് സാധ്യതയുണ്ട്? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. പ്രോഗ്നോസ് നമുക്ക് കഴിഞ്ഞിട്ട് പറയാം. ഞാൻ പോട്ടെ, ആന പോകുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും പ്രതിസന്ധി ഇതിന്റെ ഇടയിൽ നേരിട്ടിരുന്നോ? വലിയൊരു ആനയെ വിളിച്ചത് ചലഞ്ചിങ് ആണ്. ഓക്കെ, സോ അതിനനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. താങ്ക് യു അരുൺ. അതും പൂർത്തിയായി. അതെ പൂർത്തിയായിരിക്കുന്നു. ഡോക്ടർ അരുൺ സക്കറിയയുടെ പ്രതികരണം കൂടി എടുത്ത് കംപ്ലീറ്റ് ആയിരിക്കും. മിഷൻ കംപ്ലീറ്റ്. കോടനാട് നോക്കട്ടെ അല്ലേ? ജെയ്സന്റെ പേരിൽ കോടനാട്ട് സേഫ് ന്യൂസയും സംഘവും ഉണ്ട്. നമുക്ക് സേഫ് ന്യൂസിയുടെ അടുത്തേക്ക് കൂടി ഒന്ന് പോകാം. അവിടെ കോടനാട്ട് കാര്യങ്ങളൊക്കെ ഉഷാറാണോ എന്ന് നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ജെയ്സന്റെ പേര് മാറ്റുന്നതിനെ കുറിച്ച് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. ജെയ്സൺ ആനവളപ്പിൽ എന്നിട്ടാൽ കൊള്ളാം എന്ന് ചില പ്രേക്ഷകർ പറയുന്നുണ്ട്. ജെയ്സൺ എന്നെ മരിച്ചുപോയ അച്ഛനമ്മ എന്നെ ഒന്ന് തല്ലും. ഓക്കെ, എന്തായാലും നമുക്ക് അതിരപ്പള്ളി കൊമ്പനെ വളരെ വിജയകരമായി ജെയ്സനും നമ്മളുടെ സംഘവും ഇപ്പോൾ തള്ളി ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. നേരെ കോടനാട്ടേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. അരുൺ സക്കറിയ പറഞ്ഞതുപോലെ നിർണായകമായ വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യമാണ് ഒരിക്കൽ കൂടി ഡോക്ടർ അരുൺ സക്കറിയയും സംഘവും നടത്തിയിരിക്കുന്നത്. ഡോക്ടർ അരുൺ സക്കറിയയ്ക്കും സംഘത്തിനും ഒരു സ്നേഹത്തോടു കൂടിയുള്ള അഭിനന്ദനം അറിയിക്കുന്നു. നിർണായകമായ നിമിഷങ്ങളിലെല്ലാം ഡോക്ടർ അരുൺ സക്കറിയയ്ക്ക് ഇപ്പോൾ നിന്ന് തിരിയാൻ സമയമില്ല. തിരുവനന്തപുരം മുതൽ അങ്ങ് വയനാട് വരെ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആന ഇറങ്ങിയാൽ, കടുവ ഇറങ്ങിയാൽ, പുലി ഇറങ്ങിയാൽ വിളി അരുൺ സക്കറിയെ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു രീതി. എന്തായാലും വനം വകുപ്പിനും ഈ ഘട്ടത്തിൽ ഒരു നിർണായകമായ നിമിഷത്തിൽ ഇടപെട്ടതിന് സ്നേഹവും നന്ദിയും അറിയിക്കണം. വളരെ കൃത്യമായി തന്നെ ഇടപെടലുകളിലൂടെ അതിരപ്പള്ളി കൊമ്പനെ ഇപ്പോൾ കോടനാട്ടേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്.